ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ക്രേസി പ്ലാന്ററി. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടൊരു വീഡിയോ ആയിട്ടാണ്. ഇന്നൊരു ട്രാവൽ വ്ളോഗാണ്. നമ്മൾ സാധാരണ ചെടീനെക്കുറിച്ച് എനിക്ക് ചെയ്യുന്നത്, പക്ഷേ ഇന്ന് വളരെ വ്യത്യസ്തമായിട്ട് ഒരു ട്രാവൽ വ്ളോഗാണ്. അതും ഇടുക്കി ജില്ലയിൽ ഇത് ആരും അധികം ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് അറിയത്തില്ലാത്തൊരു സ്ഥലമാണ് ഇന്ന് നമ്മൾ ട്രാവൽ വ്ളോഗായിട്ട് വന്നിരിക്കുന്നത്. സ്ഥലത്തിൻ്റെ പേര് കള്ളിപ്പാറ എന്നാണ്. ഇവിടെ വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണുള്ളത്. ഫുൾ കാഴ്ച എന്ന് വെച്ചാൽ നമ്മൾ ആ വരുന്ന വഴി തൊട്ട് ഇവിടം വരെ ഉള്ളതിൽ അടിപൊളി കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. ഇവിടെ നിന്നാൽ നമുക്ക് വളരെ നല്ലൊരു വൈബാണ് കിട്ടുക. അതിവിടെ ഒരുപാട് സ്ഥലമുണ്ട് ഇങ്ങനെ ഇവിടെ നിന്നാൽ നമുക്ക് ഫുൾ സ്ഥലങ്ങളും കാണാം. ഫുൾ ഹില്ലാണ്, ഫുൾ ഇങ്ങനെ മഞ്ഞിങ്ങനെ കയറി കിടക്കുന്നത് കാണാം. അത്രയും അടിപൊളിയായിട്ട് അത് നല്ലൊരു വൈബാണ് ഇവിടെ വരുമ്പം. ഇപ്പോൾ നിങ്ങൾ കണ്ട പോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. അതായത് നല്ല ഹൈറ്റിലാണ് ഈ സ്ഥലം ഇരിക്കുന്നത്. ഏകദേശം മൂന്നാറിൻ്റെ ഒക്കെ ഒരു സെയിം ഹൈറ്റിലാണ് ഈ സ്ഥലം ഉള്ളത്. അതും ഇതൊരു ടൂറിസ്റ്റ് ഏരിയ അല്ല. ഇവിടെ അങ്ങനെ ടൂറിസ്റ്റായിട്ട് യാതൊരു ആക്ടിവിറ്റീസ് ഇല്ല. ഇപ്പോൾ നിങ്ങൾക്കൊക്കെ ആണെങ്കിലും രാവിലെ വരുമ്പോൾ വളരെ പീസ്ഫുള്ളായിട്ട് ഇപ്പോൾ ആരും തന്നെ കാണത്തില്ല. ഇവിടെയൊക്കെ ലോക്കൽ ആൾക്കാരെ കാണത്തുള്ളൂ. സാധാരണ ആൾക്കാർക്കൊക്കെയാണ് ഇവിടെ നോർമലായിട്ട് അവിടെ ഉള്ളൂ. പക്ഷേ ഇവിടെ ഒന്നും ആരും അങ്ങനെ വരാറില്ല. നിങ്ങൾക്കൊരു പീസ്ഫുള്ളായിട്ട് ടെൻ്റൊക്കെ അടിച്ച് നല്ല അടിപൊളിയായിട്ടൊക്കെ കെട്ടിയിരിക്കാൻ പറ്റിയൊരു പ്ലേസാണിത്. ഇവിടെ ഈ ഒരു വ്യൂ മാത്രമല്ല, ഒരുപാട് വേറെയും വ്യൂ ഉണ്ട്. ഒരുപാട് സാധനങ്ങൾ കാണാനും ഉണ്ട്. അത്രയും അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ്. പിന്നെ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു എൻ്റെ വീഡിയോ ആരാണ് എടുത്തു തരാറുള്ളത്. നന്നായിട്ടുണ്ട്, കഴിഞ്ഞ വീഡിയോ നന്നായിട്ടുണ്ട്. ഇതാണ് എൻ്റെ വീഡിയോ എടുത്തു തരുന്ന ആൾ. ക്യാമറമാൻ അല്ല, ക്യാമറ ഗേളാണ്. ഇവിടെ നോക്കിയാൽ നമുക്ക് ഒരുപാട് കാഴ്ചകൾ, ഇപ്പം ഇങ്ങനെ നോക്കിയാൽ താഴേക്ക് വീടുകളും താഴെ ഇരിക്കുന്ന എല്ലാ സംഭവങ്ങളും കാണാൻ വേണ്ടി പറ്റും. താഴെ റോഡുണ്ട്, എല്ലാം ചെറുതായിട്ട് കാണാൻ പറ്റും. ഇവിടെ അത്ര നടക്കുന്ന സ്ഥലമൊക്കെ ഇത്തിരി തിന്നുന്ന സ്ഥലമാണ്. പക്ഷേ നമുക്ക് അടിപൊളിയായിട്ട് നന്നായിട്ട് രാവിലെയൊക്കെ നല്ല ഫ്രഷ് വൈബോട് കൂടി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണിത്. ഇത് കള്ളിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് അമ്പലപ്പാറയാണ്. ഇവിടെ ഒരുപാട് വേറെയും പാറകളുണ്ട്, ഒരുപാട് ഇതിന് ഹൈറ്റുള്ള സ്ഥലങ്ങളുണ്ട്. പക്ഷെ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് നല്ലൊരു വ്യൂ കിട്ടുക. ഇപ്പോൾ മറ്റൊരു സ്ഥലങ്ങളിലുണ്ട്, വേറൊരു പാറയുണ്ട്. അവിടെ നിന്നാലും നമുക്ക് മൂന്നാറിലെ ഗ്യാപ്പ് റോഡൊക്കെ കാണാൻ വേണ്ടി പറ്റും. അത്രയും അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ്. നമ്മളിവിടെ കയറി വരുമ്പോഴും മടുക്കത്തൊന്നുമില്ല. അത്രയും നല്ലൊരു പോസിറ്റീവ് വൈബാണ് ഇവിടെ ഉള്ളത്. ഇപ്പം നമ്മൾ വന്നിരിക്കുന്ന സമയം ഇപ്പോൾ ഒരു 6:30 കഴിഞ്ഞിട്ടുള്ളൊരു സമയമാണ്. എന്നിട്ട് ഇവിടെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇവിടെ സ്ഥലങ്ങളൊക്കെ ഇരിക്കുന്നത്. അത് ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് നല്ലൊരു പോസിറ്റീവ് വൈബാണ്. ഇവിടെ വേസ്റ്റ് ഒന്നുമില്ല, യാതൊരു കാര്യങ്ങളും ഇല്ല. നിങ്ങൾക്ക് പീസ്ഫുള്ളായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണിത്. അപ്പോൾ നമുക്ക് എക്സ്പ്ലോറിങ് കള്ളിപ്പാറ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇവിടെ നല്ല രസമാണ്. പിന്നെ 2 കള്ളിപ്പാറ ഉണ്ട് ആക്ച്വലി. ഒരെണ്ണം വണ്ണപ്പുറം കഴിഞ്ഞിട്ടുള്ളൊരു കള്ളിപ്പാറയും സെക്കൻഡ് നമ്മുടെ ഇവിടെ ഉള്ളത്. വണ്ണപ്പുറം കഴിഞ്ഞിട്ടുള്ളത് അത് ഏകദേശം അത് അത്ര ഹില്ലി അല്ല. അവിടെ നല്ല അവിടെ ഒരു പാറയൊക്കെ ഉണ്ട്, അവിടെ നല്ല വ്യൂ ഒക്കെ ഉണ്ട്. ഇവിടെ രാവിലെയൊക്കെ നല്ല തിരക്കാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഒരു മനുഷ്യനും ഇല്ല. ഇത് പക്ക ഹൈ റേഞ്ചാണ്. ഇവിടെ ഉള്ള ആൾക്കാർ ഏലകൃഷി, അങ്ങനെയുള്ള കൃഷി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ മാത്രമാണ് ഇവിടെ ഉള്ളത്. ഒട്ടും ടൂറിസ്റ്റ് ലൊക്കേഷൻ അല്ല. അപ്പോൾ നിങ്ങൾക്ക് വന്നാലും വളരെ പീസ്ഫുള്ളായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണിത്. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പറയുന്ന പോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെല്ലാം എൻജോയ് ചെയ്യണം, എല്ലാ സംഭവവും. ഇപ്പോൾ നമ്മൾ എന്ത് സ്ട്രെസ് വർക്ക് ഉണ്ടെങ്കിലും എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഇങ്ങനെയുള്ളൊരു കുറച്ച് ഡെസ്റ്റിനേഷനിൽ ഇപ്പം നമുക്കറിയാം കൊറോണയാണ്, ഇപ്പോൾ എല്ലാവർക്കും ഒന്നും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റത്തില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ ഇത്തിരി വ്യത്യസ്തമായിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ ഒരു സ്പോട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ കുറച്ചും കൂടെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്പോട്ടുണ്ട്. ഇവിടെ ഭയങ്കര പീസ്ഫുള്ളാണ്. കാരണം നമ്മൾ എത്ര ഒച്ച ഇട്ടാലും ആരും കേൾക്കത്തുമില്ല. നല്ല കിളികളുടെ ഒച്ചയും എല്ലാം കൊണ്ടും വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണിത്. ഇവിടെ നോക്കി നമുക്ക് അപ്പുറത്തെ മലയിലുള്ള എല്ലാ കാര്യങ്ങളും കാണാം. അവിടെ അത് മാർസ്ലീവ കോളേജാണ് ആ ഒരു ബിൽഡിംഗ് ആയിട്ട് കാണുന്നത്. അതുമാത്രമല്ല ഇവിടെ വീടുകളും റോഡുകളും എല്ലാം ഇവിടെ നിന്നാൽ നമുക്ക് വളരെ മനോഹരമായിട്ട് കാണാൻ വേണ്ടി പറ്റും. ഞങ്ങൾ രണ്ടുപേരും ഇവിടെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇവിടെ വന്നിട്ടുണ്ട്, മിക്കവാറും ഇവിടെയൊക്കെ വരാറുണ്ട്. അതെ, ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അല്ല, ഇവിടെ ഇരുന്നാലും നമുക്ക് എണീറ്റ് പോകാനൊക്കെ തോന്നും. നല്ല രസമല്ലേ? ഇവിടെ പാറക്കിടയിലാണെങ്കിലും നല്ല കറുത്ത മണ്ണാണ്. അതും ഏറ്റവും വളക്കൂറുള്ള അടിപൊളിയായിട്ടുള്ള മണ്ണാണ് ഇവിടെ ഉള്ളത്.
അതുപോലെ തന്നെ ഇപ്പോൾ പുള്ളിയത്തെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെയുള്ള എല്ലാവരും നമ്മുടെ നോർമൽ ആൾക്കാരാണ്. ഇപ്പോൾ എല്ലാം നോർമലായിട്ട് കാര്യങ്ങളൊക്കെ കാണുന്ന ആൾക്കാരാണ്. അതും ഇവിടെ അവരൊക്കെ ശരിക്കും ഭയങ്കര ലക്കിയാണ്. ഇപ്പോൾ ഞാനാണെങ്കിലും ഇവിടെ അടുത്താണ് താമസിക്കുന്നത്, ഞാനും അത്യാവശ്യം ഏകദേശം ലക്കിയാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ സെക്കൻഡ് വ്യൂ ആണിത്. ഇവിടെ ഒരു കുരിശുണ്ട്. ഇവിടെ ഈ സ്ഥലത്തിന് ജോസ്പുരം എന്നും കൂടെ ഒരു പേരുണ്ട്. അത് പണ്ടത്തെ പേര് കള്ളിപ്പാറ എന്നാണ്, പക്ഷേ ഇത്തിരി മോഡിഫൈ ചെയ്ത് ജോസ്പുരം എന്നും ഈ സ്ഥലം ഇപ്പോൾ അറിയപ്പെടുന്നുണ്ട്. ഇവിടെ ഒരു പള്ളിയുണ്ട്. അപ്പോൾ ആ പള്ളിയുടെ ഒരു കുരിശാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടത് ഇവിടുത്തെ അമ്പലത്തിൻ്റെ ശൂലമാണ്. അമ്പലം ഇവിടെ വളരെ അടുത്ത് തന്നെയാണ്, പള്ളി കുറച്ചപ്പുറത്താണ്. അപ്പോൾ ഇവിടെയൊക്കെ ഒരു രാത്രി വന്നിട്ട് ടെൻ്റ് അടിച്ച് കിടന്ന ആ ഒരു സുഖം ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര അടിപൊളിയായിരിക്കും. ഇവിടെ നിറയെ തുമ്പികളുണ്ട്, നിറയെ ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്. പക്ഷേ മറ്റൊരു ഡിസ്റ്റർബൻസോ മറ്റൊരു സൗണ്ടോ ഒന്നും തന്നെ ഈ ഒരു സ്ഥലത്തില്ല. ഇപ്പോൾ രാവിലെ ഒരു 7 മണി കഴിഞ്ഞ് നല്ല വെയിലൊക്കെ വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല വാമായിട്ടുള്ളൊരു സംഭവങ്ങളൊക്കെയാണ്. ഇവിടെയൊക്കെ സാധാരണ സമയത്ത് വളരെ കൂടുതൽ മഞ്ഞാണ്. ഈ സ്ഥലങ്ങളൊന്നും നമുക്കിങ്ങനെ കാണാൻ പോലും പറ്റില്ലാതെ മഞ്ഞൊക്കെ ഇങ്ങനെ കയറി കിടക്കുന്ന സമയങ്ങളുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഏതായാലും വന്നുകൊണ്ട് ഇപ്പോൾ എത്രയും കൂടി രാവിലെ വരണമെന്ന് ഓർത്താണ്. പക്ഷേ രാവിലെ വരാൻ പറ്റിയില്ല. ഒരു 5:30 ഒക്കെ കഴിയുമ്പോൾ വരണമെന്ന് ഓർത്താണ്. അപ്പോൾ നമുക്ക് ആ സൺലൈറ്റൊക്കെ ഇങ്ങനെ സണ്ണൊക്കെ ഉദിച്ച് വരുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. പക്ഷേ ഇന്ന് അതൊന്നും നടന്നിട്ടില്ല. ഇപ്പോൾ ഞങ്ങൾ വന്നപ്പം 6:30 കഴിഞ്ഞു. എന്നാലും ഇപ്പോൾ ഇത്തിരിയൊക്കെ മഞ്ഞുണ്ടായിരുന്നു. മഞ്ഞൊക്കെ ഇപ്പോൾ ഇറങ്ങിപ്പോയി. എന്നാലും ഇപ്പോൾ നല്ല പ്ലസൻ്റായിട്ട് നമുക്ക് ഇവിടെയൊക്കെ കാണാൻ വേണ്ടി പറ്റുമായിരുന്നു. അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഫുൾ മഞ്ഞ് കയറിയിട്ട് നമുക്ക് നടക്കുന്ന വഴി പോലും കാണത്തില്ലാതെയാണ് ഫുൾ സംഭവങ്ങളും ഇരിക്കുന്നത്. നിങ്ങളെപ്പോഴെങ്കിലും ഹൈ റേഞ്ചിലൊക്കെ വരുവാണെങ്കിൽ എന്തായാലും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണിത്. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണ്. ഇതിനെക്കുറിച്ച് പറയാൻ വാക്കുകളില്ല. കാരണം നല്ല ഒരു പോസിറ്റീവ് വൈബും പറയുന്ന പോലെ തന്നെ വളരെ ഇതാണ് കുരിശുപള്ളി ഉള്ളത്. കുരിശുപള്ളിയല്ല, ഒരു കുരിശും ഒരു ഇത് വളരെ പഴയ ഒരു ഇതാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ ജോസ്പുരം പള്ളി കാണാം. ആ ഒരു പള്ളിയില്ലേ അവിടെ ഒരു ബ്ലൂ കളറിൽ കാണുന്നത്, അതാണ് ജോസ്പുരം പള്ളി. ആ പുറകിൽ കാണുന്നത് നമ്മുടെ മൂന്നാറിലെ ഗ്യാപ്പ് റോഡൊക്കെയാണ്. ഒരു മണ്ണൊക്കെ ഇടിച്ചിട്ടിരിക്കുന്നതാണല്ലേ, ഇത്തിരി സൂം ചെയ്യാം അപ്പോൾ കുറച്ചുകൂടി കാണാൻ പറ്റും. ആ ഒരു മണ്ണൊക്കെ ഇടിഞ്ഞ പോലെ ഇരിക്കുന്നത് മൂന്നാർ ഗ്യാപ്പ് റോഡാണ്. അതിൻ്റെ അവിടെയുള്ള മൂന്നാർ ഹിൽസാണ്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഹൈറ്റ് എത്രത്തോളം അടുത്താന്ന് മനസ്സിലായിട്ടുണ്ടാകും. പക്ഷേ ഇത് മൂന്നാറിൽ നിന്ന് ഇത്തിരി ദൂരെയാണ്. നമ്മൾ റോഡ് വഴി വരുവാണെങ്കിലും ഇത്തിരി ദൂരമുണ്ട്. കറക്റ്റ് മൂന്നാറൊന്നുമില്ല. അപ്പോൾ നമ്മളിവിടെ വന്നു. ഇവിടെ ഇപ്പോൾ ഒരുപാട് ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ എനിക്ക് ചെടി ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇവിടുന്ന് കുറച്ച് ചെടിയൊക്കെ പറിച്ചിട്ടുണ്ട്. വളരെ നല്ല രീതിയിലുള്ള ഒരുപാട് ചെടികളൊക്കെ ഉണ്ട്. ഇനിയും കുറേ ഉണ്ട്. ഇനിയും കുറച്ചൊക്കെ പറിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ കയ്യിൽ ഞാൻ സാധനങ്ങളൊന്നും എടുത്തിട്ടില്ല. വണ്ടിയിൽ വേറെ കത്രിക ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പം കയ്യിൽ കിട്ടുന്ന കുറച്ച് എടുത്തിട്ട് പോന്നു. സോ ഇതൊക്കെയാണ് നമ്മുടെ കള്ളിപ്പാറയിലെ വിശേഷങ്ങൾ. ഇനി ഇവിടെ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. ഒരുപാട് ഇപ്പോൾ സമയം 8 മണി ആയിട്ടുള്ളൂ. എന്നാലും സൂര്യനെ കുതിച്ച് ഒരു നല്ലൊരു കൂൾ ബ്രീസ് ഉണ്ട്. ഇപ്പോഴും ഒരു തണുപ്പ് ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ വരുവാണെങ്കിൽ, നിങ്ങൾക്ക് വെളുപ്പിനൊക്കെ വരുവാണെങ്കിൽ നല്ലൊരു പോസിറ്റീവ് വൈബ് കിട്ടുന്ന ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഈ സ്ഥലമൊക്കെ ഹൈ റേഞ്ചിൽ വരുമ്പോൾ ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യുക. നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ ഗൂഗിൾ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിങ്. കൂടുതൽ വീഡിയോസിന് വേണ്ടി കാത്തിരിക്കുക. സോ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.